വിൽ കണ്ടിന്യൂ വിത്ത് ദറ്റ് പ്രഗ്നൻസിയുടെ കാര്യങ്ങളൊക്കെ ആയിട്ട്. ആൻഡ് സപ്പോസ് ഇറ്റ് ഈസ് നെഗറ്റീവ്, അതൊരു കുറച്ച് നേരത്തേക്ക് അതൊരു കാര്യമായ ഷോക്ക് തന്നെയാണ്. കാരണം പേഷ്യൻ്റ് നമ്മൾ എത്ര പറഞ്ഞാലും അവർ കുറച്ച് ഹോപ്പ് ഉണ്ടാവും അവർക്ക്. കാരണം ഇത്രയൊക്കെ നന്നായി ഡോക്ടർ പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ചിട്ടെങ്കിലും. സോ അത് നെഗറ്റീവ് ആയി കഴിഞ്ഞിട്ടുള്ള കുറച്ച് സമയം, അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അവർക്ക് സപ്പോർട്ട് കൊടുക്കേണ്ട സമയം. സോ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പേഷ്യൻസിനോട് കുറച്ച് സംസാരിക്കും. വളരെ ഡിപ്രസ്ഡ് ആവുകയാണെങ്കിൽ അവർ നമ്മൾ വിളിച്ചിരുത്തി സംസാരിച്ച് നമ്മൾ വീണ്ടും റീഅസസ് ചെയ്യും വാട്ട് വെൻറ്റ് റോങ്, എന്തൊക്കെയാണ് കാര്യങ്ങളെന്നൊക്കെ. എന്നിട്ട് നമ്മൾ അതിനടുത്ത് അനുസരിച്ചിട്ടുള്ള ഇതിനായിട്ട് മുന്നോട്ട് പോയി ചെയ്യാം. സോ IVF എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ടുള്ള സംഭവം ഈ തുടക്കം മുതൽ ഈ IVF ചെയ്ത് എംബ്രിയോ ആയി പ്രഗ്നൻസി ആവുക. IVFൻ്റെ സക്സസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ എംബ്രിയോ പ്രഗ്നൻ്റ് ആക്കിയതിന് ശേഷം അടുത്ത 9 months അതൊരു നല്ല പ്രഗ്നൻസി കൂടെ കടന്നുപോയി ഡെലിവറായി ഒരു ഹെൽത്തി ബേബിയെ കിട്ടുക എന്നുള്ളതാണ്. സോ IVF ജസ്റ്റ് പോസിറ്റീവ് ആവുക എന്നുള്ളതല്ല, വെദർ ഷീ ഈസ് ഗോയിങ് ടു ഗെറ്റ് എ ഹെൽത്തി ബേബി, കപ്പിളിന് ഒരു ഹെൽത്തി ബേബി കിട്ടും എന്നുള്ളതാണ് IVFൻ്റെ സക്സസ് എന്ന് പറയുന്നത്.